പാഠം 4 ഉളൂഇന്റെ ഷർത്തുകൾ. ഉളൂഇന്റെ ഷർത്തുകളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ വലിയ അശുദ്ധിയെ കുറിച്ചിട്ടും ചെറിയ അശുദ്ധിയെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളൂ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഉളൂ ഒക്കെ ശരിയാവണമെങ്കിൽ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഉളൂഇന്റെ ഷർത്തുകളാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉളൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട്. അവക്ക് ഉളൂഇന്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. അവ 5 ആകുന്നു. അപ്പൊ ഉളൂഇന്റെ ഷർത്തുകൾ എത്ര? 5. ഉളൂഇന്റെ ഷർത്തുകൾ 5. അപ്പൊ ഉളൂഇന്റെ ഷർത്തുകൾ 5 ആകുന്നു. എന്താണ് ഉളൂഇന്റെ ഷർത്തുകള്? ഉളൂ ശരിയാവാൻ വേണ്ട നിബന്ധനകളാണ്. ഉളൂ ശരിയാവാൻ വേണ്ട നിബന്ധനകൾക്കാണ് ഉളൂഇന്റെ ഷർത്തുകൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. 5 എണ്ണാണ്. അതിൽ ഒന്നാമത്തത് എന്താണ്? വെള്ളം തുഹൂറായിരിക്കുക. അതായത് നമ്മൾ തുഹൂറും തോഹിറൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം തുഹൂറായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ ഷർത്ത്. എന്താണ് തുഹൂർ എന്ന് പറഞ്ഞാല്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തുഹൂറ്. എന്താണ് തുഹൂറ്? സ്വയം ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം. അതുകൊണ്ട് മറ്റൊന്ന് ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായിരിക്കണം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തുഹൂറ്. അശുദ്ധികൾ ഉയർത്താനും നജസുകൾ നീക്കാനും തുഹൂറായ വെള്ളം തന്നെ വേണം. അശുദ്ധികൾ ഉയർത്തുക, അതായത് വലിയ അശുദ്ധി ചെറിയ അശുദ്ധി എന്ന നമ്മൾ പഠിച്ചു. അത് ഉയർത്താനും പിന്നെ നജസുകൾ നീക്കാനും. നജസുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലം, മൂത്രം, ഛർദിച്ചത്, ഇതൊക്കെ നീക്കാനും തുഹൂറായ വെള്ളം തന്നെ വേണം. അപ്പോ തുഹൂറായ വെള്ളം ഉപയോഗിക്കണം എന്തിനൊക്കെ എന്ന് ചോദ്യം വന്നാലോ? അശുദ്ധികൾ ഉയർത്താനും നജസ് നീക്കാനും തുഹൂറായ വെള്ളം തന്നെ വേണം. മനസ്സിലാക്കട്ടാ. അടുത്തത് എന്താണ്? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. അതായത് നമ്മള് ഉളൂ ചെയ്യുമ്പോ ഉളൂഇന്റെ അവയവങ്ങളുണ്ട്. കൈ, മുഖം, കാല് ഒക്കെ. അവിടൊക്കെ എന്താണ്? വെള്ളം ഒലിപ്പിക്കണം. വെള്ളം കൊണ്ട് തൊട്ട് തടവിയാൽ പോരാ. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. അപ്പോഴേ നമ്മള് ഉളൂ ശരിയാവുകയുള്ളൂ. അപ്പൊ രണ്ടാമത്തെ എന്താണ്? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. നനഞ്ഞാൽ മാത്രം മതിയാവുകയില്ല. അതാണ് പറഞ്ഞത്. തൊട്ട് തലോടിയാൽ തടവിയാലൊന്നും പോരാ. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. മൂന്നാമത്തത് എന്താ? വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അതായത് നമ്മൾ ഉളൂ എടുക്കുമ്പോ നമ്മുടെ കൈമില് കളറുണ്ട്. ആ കളറ് നമ്മൾ ഉളൂ എടുക്കുമ്പോ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തു കൂടി അത് ഒലിച്ചിറങ്ങും. അപ്പൊ അതെന്താണ്? ഉളൂ ശരിയാവുകയില്ല. ആ ചായം, കളറാണ് ചായം, അത് നമ്മുടെ ശരീരത്തിൽ എവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് ആദ്യം ഇങ്ങനെയുള്ള ശരീരത്തിലുള്ള ചായം പോലത്തതൊക്കെ ഒഴിവാക്കണം. എന്നിട്ടാണ് ഉളൂ ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് ഉളൂ ശരിയാവുകയുള്ളൂ. മനസ്സിലാക്കുക. അടുത്തതാ, വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. എന്താണ് ഈ വെള്ളം ചേരുന്നതിനെ തടയുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാക്കാം. എന്താണ്? പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി, തുടങ്ങിയവ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. നഖത്തിനുള്ളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്കു പോലെയുള്ളവ നീക്കണം. അതായത് നമ്മുടെ കയ്യിൽ പശ, അതുപോലെ ഉറച്ച എണ്ണ, വെളന്നി, പിന്നെ ദാറ്, പെയിന്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ ഉളൂഇന്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ കൈകളില് ഇപ്പൊ കൃത്രിമ മൈലാഞ്ചികളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും വെള്ളം ചേരൂല. അങ്ങനെയുള്ള വസ്തുക്കള് നീക്കണം. നഖത്തിനടിയിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്ക്,
നഖത്തിനുള്ളിൽ ചളിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കണം. എന്നാലാണ് ഒളൂയിന്റെ അവയവങ്ങളിൽ വെള്ളം ചേരുകയുള്ളൂ. അതാണ് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഒളൂയിന്റെ ഫർലിൽ നാലാമത്തത് നമ്മൾ പറഞ്ഞു. 1 വെള്ളം തഹൂറായിരിക്കുക, 2 കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, 3 വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക, വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5-മത്തത് എന്താണ്? നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക. അതായത് മൂത്രവാർച്ച പോലുള്ള നിത്യ അശുദ്ധിയുള്ളവർ ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയം ആയ ശേഷം മാത്രമേ ഉദൂ ചെയ്യാൻ പാടുള്ളൂ. അതായത് മൂത്രവാർച്ച, അതായത് ചിലർക്ക് അസുഖം കാരണം നമ്മുടെ മൂത്രം അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നവരുണ്ടാവും. അതാണ് മൂത്രവാർച്ച എന്ന് പറയുന്നത്. അവരാണ് നിത്യ അശുദ്ധിയുള്ളവർ. ആരാണ് നിത്യ അശുദ്ധിയുള്ളവർ ചോദിക്കും. ആരാണ്? മൂത്രവാർച്ച പോലുള്ള അസുഖമുള്ളവരാണ്. മനസ്സിലാക്കട്ടാ, അവരാണ് നിത്യ അശുദ്ധിയുള്ളവർ. അവർ ഈ ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമുണ്ട്. അതായത് ലുഹ, സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെ ഒക്കെയാണ് അതിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടത്. അങ്ങനെയുള്ള സമയമായ ശേഷം മാത്രമേ അവർ ഉളൂ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അശുദ്ധിന്ന് ശുദ്ധിയാവുക, നജസ്സുകളൊക്കെ കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് ഉടനെ ഉളൂ ചെയ്യുക, ഉടനെ നിസ്കരിക്കുക. അതൊക്കെ നിസ്കാരത്തിന്റെ സമയം ആയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഉളൂ എടുത്ത് കാത്തു നിന്ന് നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷം നിസ്കരിക്കുക അത് പാടില്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക. ആരാണ് നിത്യ അശുദ്ധിക്കാർ? മൂത്രവാർച്ച പോലുള്ള അസുഖമുള്ളവരാണ് നിത്യ അശുദ്ധിക്കാർ. ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയമായ ശേഷം മാത്രമേ ഉളൂ ചെയ്യാൻ പാടുള്ളൂ. ആര്? അങ്ങനെയും ചോദ്യം വരാം. ആരാണ്? നിത്യ അശുദ്ധിയുള്ളവർ. മനസ്സിലാക്കുക. ഇനി എന്താണ്? നമുക്ക് അതിന്റെ തദ്രിബാത്ത് നോക്കാം. ഉത്തരം പറയാം. ഉളൂയിന്റെ ഷർത്തുകൾ എത്ര? ഉളൂയിന്റെ ഷർത്തുകൾ 5. ഉളൂയിന്റെ ഷർത്തുകൾ 5 ആവുന്നു. ഉളൂയിന്റെ ഷർത്തുകൾ 5 ആവുന്നു. അപ്പൊ നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1ന്റെ ഉത്തരാണ് അത്. അവിടെയൊക്കെ എഴുതുക. അടുത്തതാ, ഉളൂയിന്റെ 3-മത്തെ ഷർത്ത് ഏത്? വെള്ളം പകർച്ചയാക്കുന്ന ചായം പോലുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അപ്പൊ അത് 2-മത്തെ ചോദ്യത്തിന് ആൻസർ ആക്കി എഴുതുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഉളൂയിന്റെ ഷർത്തുകൾ ഓർഡർ പ്രകാരം 1, 2, 3, 4, 5 അങ്ങനെ തന്നെ എഴുതണം. ഇതുപോലെ ഉളൂയിന്റെ ഷർത്തുകളിൽ 5-മത്തേത് ഏത്? ഉളൂയിന്റെ 2-മത്തെ ഷർത്ത് ഏത്? വെള്ളം തഹൂറായിരിക്കൽ ഉളൂഇന്റെ എത്രാമത്തെ ഷർത്താണ് എന്നൊക്കെ നമുക്ക് ചോദ്യം വരാം, പ്രതീക്ഷിക്കാം. അപ്പൊ ആ രീതിയിലൊക്കെ പാഠം പഠിക്കുക. അടുത്തത്, വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? അപ്പൊ നമുക്ക് പാഠത്ത് പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യണം? വെള്ളം ഉളൂ ചെയ്യുമ്പോൾ വെള്ളം ഒലിപ്പിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? ഉളൂഇൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ: മുഖം, കൈ, കാൽ. ഉളൂഇൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ മുഖവും 2 കൈയും 2 കാലുകളും. അതൊക്കെയാണ് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ. ഉളൂഇൽ തടവേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? ഇതുപോലെ ചോദ്യം ചോദിച്ചാലോ? ഉളൂഇൽ തല തടവണം, ചെവി 2ഉം ഉള്ളും പുറവും തടവണം. ഇതാണ് ഉളൂഇൽ തടവേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കാം. അടുത്തതോ, നിത്യ അശുദ്ധിക്കാർ സമയം ആയ ശേഷം മാത്രം ഉളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവ? മനസ്സിലാക്കാം. നിത്യ അശുദ്ധിക്കാർ സമയമായ ശേഷം മാത്രം ഉളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവ? നമ്മൾ പറഞ്ഞു, ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയമായ ശേഷം മാത്രമേ ഉളൂ ചെയ്യാൻ പാടുള്ളൂ. നിത്യ അശുദ്ധിക്കാർ
ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയമായ ശേഷം മാത്രമേ ഉളൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതിന്നൊക്കെ ഒറ്റൊന്നായിട്ട് ചോദ്യം വരാം. എന്ത്? സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്ക് സമയമായ ശേഷം മാത്രമേ ഉളൂ ചെയ്യാൻ പാടുള്ളൂ. ആര്? നിത്യ അശുദ്ധിക്കാർ. ഒന്നും അല്ലെങ്കിൽ രണ്ടും ചേർത്ത് ചോദിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് മനസ്സിലാക്കണം. അടുത്തെന്താണ്? ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ്. തുഹൂറായ വെള്ളം. തുഹൂറായ വെള്ളത്തിന് ഉദാഹരണമാണ് എന്ത്? കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടൽ വെള്ളം, കുളത്തിലെ വെള്ളം. ഇതൊക്കെ തുഹൂറാണ്. ഇനി തുഹൂറല്ലാത്ത വെള്ളം. തുഹൂറല്ലാത്ത വെള്ളമാണ് എന്ത്? തോഹിറായ വെള്ളത്തിന് നമ്മൾ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. നാരങ്ങാ വെള്ളം, തേങ്ങാ വെള്ളം, ജ്യൂസ്, അതുപോലെ നജസ് കലർന്ന വെള്ളം. ഇതൊക്കെ തുഹൂറല്ലാത്ത വെള്ളമാണ്. മനസ്സിലായില്ല? അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്തതെന്താ? വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കള്. വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കള് പശ, ഉറച്ച എണ്ണ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് വിളന്നി, പെയിന്റ്, ക്യൂടെക്സ് ഇതൊക്കെ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ശരിയും തെറ്റും രേഖപ്പെടുത്താനാണ്. ഇളനീർ വെള്ളം കൊണ്ട് ഉളൂ ചെയ്യുന്നു. എന്താണ്? തെറ്റല്ലേ? അത് തോഹിറാണ്. അടുത്തതോ? ഉളൂ ചെയ്യും മുമ്പ് കയ്യിലുള്ള പെയിന്റ് നീക്കം ചെയ്യുന്നു. അത് ശരിയാണ്. അപ്പോഴാണ് അവിടെ വെള്ളം ചേരുകയുള്ളൂ. പെയിന്റ് വെള്ളം ചേരാത്തൊരു വസ്തുവാണ്. അപ്പൊ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഉളൂ ചെയ്യാവൂ. അപ്പൊ അത് നമുക്ക് ടിക്ക് ചെയ്താം. അപ്പൊ എത്രയാണ് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ?